Hi viewers, welcome back to Bosco Campus Vision. Today we are discussing the subject Business, Environment and Policy of S3 BBA under Kerala University, and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Now we can discuss what is social structure. So last class or last session we discussed what is society and the different definitions of society. So in continuation with that, we can discuss the social structure. So social structure is that human beings organize themselves into associations for the pursuit of some objects. Or the social structure of Indian society is heterogeneous character. So we can discuss what is social structure, and in simple we can say is that human beings organize themselves into associations for the pursuit of some objects. So social structure refers to the network of social relationship which is created among the human beings when they interact with each other accordingly to their status in accordance with the pattern of the society. So in simple we can say is that social structure refers to the network of social relationship. ഒരു സോഷ്യൽ സ്ട്രക്ചർ അപ്പം നമ്മൾ സൊസൈറ്റി എന്താണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? എന്താണ് സൊസൈറ്റി? It is a complex pattern of the norms of interaction that arise among and between the members or individuals in the group. അപ്പോൾ അതുപോലെയാണ് ഒരു സോഷ്യൽ സ്ട്രക്ചർ. ഇറ്റ് റിഫേഴ്സ് ടു ദി നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്നൊരു നെറ്റ്വർക്ക് അല്ലേ, ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ ഒരു നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം, വിച്ച് ഇസ് ക്രിയേറ്റഡ് അമംഗ് ഹ്യൂമൻ ബീങ്സ് അല്ലേ. അപ്പോൾ അവിടെ ആനിമൽസോ പ്ലാന്റ്സോ ഒന്നും പോരാ, പകരം ആര് തന്നെ വേണം? ഹ്യൂമൻ ബീങ്സ് ഒന്നും അല്ലേ. അപ്പം നമ്മൾ മനുഷ്യർ തന്നെ ഒത്തുചേർന്ന് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പോടുകൂടി വന്നാൽ മാത്രമേ അതിന് നമുക്കൊരു സോഷ്യൽ സ്ട്രക്ചർ എന്നോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി എന്നോ പറയാൻ പറ്റൂ. ആൻഡ് സോ വെൻ ദ ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ഇല്ലേ, അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ ബീങ്സ് വന്നു കഴിഞ്ഞ് ചുമ്മാ ഇരുന്നാൽ പോലെ ദേ ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? ഒരു ഇൻട്രാക്ഷൻ, ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യണം അക്കോർഡിംഗ് ടു ദ സ്റ്റാറ്റസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫാക്ടർ ഓഫ് ദി സൊസൈറ്റിയിൽ. അപ്പം ഒരു സൊസൈറ്റിയുടെ അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് അവർ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയുടെ പാറ്റേൺ അനുസരിച്ച് അവർ ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാം. ആൻഡ് സോ ഇൻ ഫസ്റ്റ് ഐ സേ ദാറ്റ് ഇൻ എ സോഷ്യൽ സ്ട്രക്ചർ ഹ്യൂമൻ ബീങ്സ് ഓർഗനൈസ് ദംസെൽഫ് ഇൻ ടു അസോസിയേഷൻ ഫോർ ദ പെർസ്യൂട്ട് ഓഫ് സം ഒബ്ജക്റ്റ് ഇല്ലേ. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ കുറേ ആൾക്കാർ ഒത്തുകൂടുന്ന എന്തിനാണ്? അല്ലെങ്കിൽ അവർ അസോസിയേഷൻസ് ഫോം ചെയ്യുന്ന എന്താണ്? ഒരു കോമൺ ഒബ്ജക്റ്റിന് വേണ്ടി, അല്ലെങ്കിൽ കോമൺ ആയിട്ടൊരു എയിം സക്സസ് ആവണം, അല്ലെങ്കിൽ കോമൺ ആയിട്ടൊരു ഒബ്ജക്റ്റീവ് സക്സസ് ആവാനാണ് ഏതൊരു സൊസൈറ്റിയിലും ഒരു കൂട്ടം ആൾക്കാർ ഒത്തുകൂടുന്നത്. ഓർ വി ക്യാൻ സേസ് ദാറ്റ് ഇറ്റ് ഈസ് എ കമ്പോണൻസ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ആർ human being, the structure itself being an arrangement of person in relationship institutionally defined and regulated ഇല്ലേ. അപ്പം ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഹ്യൂമൻ ബീങ്സ് ആണല്ലേ, അത് സ്ട്രക്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ അറേഞ്ച്ഡ് ഓഫ് പേഴ്സൺസ് ആകാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലി ഡിഫൈൻഡ് ആൻഡ് റെഗുലേറ്റഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? അല്ലെങ്കിൽ ഒരു ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് ആണ് ഓർഗനൈസ് ചെയ്യേണ്ടത്. അവർ സ്വയം ഓർഗനൈസ് ചെയ്ത് അവർ അസോസിയേഷൻസ് ആയിട്ട് ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാം. ഓർ വി ക്യാൻ സേസ് ദാറ്റ് ഇറ്റ് ഇസ് എ പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻ്റർ-റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ or agencies or a social pattern as well as the status and roles which each person assumes in the group ഇല്ലേ. അപ്പം ഒരു സൊസൈറ്റിയിൽ ഒരു കൂട്ടം ആൾക്കാർ ഒത്തുചേരുമ്പോൾ അവരുടെ ഇൻ്റർ റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു ഏജൻസി അല്ലെങ്കിൽ സോഷ്യൽ പാറ്റേൺ എന്ന് നമുക്ക് പറയാം. അവിടെ ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ റോൾസ് ഇല്ലേ. ഇപ്പം നമ്മളൊരു അസോസിയേഷൻ, ഒരു സൊസൈറ്റിയിൽ ഒരു അസോസിയേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തിക്കും എന്താണ്? അവരുടേതായ റോൾസ് അല്ലെങ്കിൽ അവരുടേതായ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മളൊരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. So these are some of the definitions of social structure. So the first definition given by Ginsberg, that is, according to Ginsberg, social structure is concerned with the principal forms of social organization, that is, types of groups, associations and institutions and complex of these which constitute society. അപ്പം ആദ്യം പറയുന്നത് എന്താണ്? സോഷ്യൽ സ്ട്രക്ചർ ഈസ് കൺസേൺ വിത്ത് ദി പ്രിൻസിപ്പൽ ഫോംസ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ
ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. ദാറ്റ് ഈസ് എ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് അല്ലേ, ഒരു ചിലപ്പം പലതരത്തിലുള്ള ഗ്രൂപ്പ്സ് ആവാം, അസോസിയേഷൻസ് ആവാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ആൻഡ് ദ കോംപ്ലക്സ് ഓഫ് ദീസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് സൊസൈറ്റി. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ ചേരുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? സൊസൈറ്റി എന്ന് പറയാം. But according to Ginsberg, social structure is concerned with the principal form of social organization, that is types of groups and associations and institutions and complex of these which constitute society. And the second definition, according to Karl Mannium, social structure is a web of interacting social forces from which has arisen the various modes of observing and thinking. അപ്പോൾ അദ്ദേഹം പറയുന്നത്, കാറൽ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ സ്ട്രക്ചർ ഇസ് എ വെബ് ഓഫ് ഇൻട്രാക്ടിങ് സോഷ്യൽ ഫോഴ്സസ് അല്ലേ, ഒരു വല എന്ന് നമുക്ക് പറയാം, ഒരു നെറ്റ്വർക്ക് എന്ന് പറയാം, നെറ്റ്വർക്ക് ഓഫ് ഇൻട്രാക്ഷൻസ് ആൻഡ് സോഷ്യൽ ഫോഴ്സസ് വിച്ച് ഹാവ് അറൈസ് ഇൻ ദ വേരിയസ് മോഡ്സ് ഓഫ് ഒബ്സർവിങ് ആൻഡ് തിങ്കിങ് അല്ലേ. അപ്പം ഒരു കൂട്ടം ആൾക്കാർ ഒത്തുചേരുമ്പം അവിടെ പരസ്പരം നമ്മൾ ഒബ്സർവ് ചെയ്യും, പല കാര്യങ്ങളും ചിന്തിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാം. And so here there are another definitions, that is according to Rayleigh Brown, the components of social structure are human beings. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഇല്ലേ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ആരുണ്ടാവണം? ഹ്യൂമൻ ബീങ്സ് ഉണ്ടാവണം. The structure itself being an arrangement of person in relationship institutionally defined and regulated. അപ്പം ഒരു സൊസൈറ്റി എന്ന് പറയുമ്പം അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? പേഴ്സൺസ് ആർ അറേഞ്ച് ആൻഡ് റിലേഷൻഷിപ്പ് ഇല്ലേ. അപ്പം ഓരോ വ്യക്തികളും അവിടെ പരസ്പരം റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരു കൂട്ടം ആൾക്കാർ ഒത്തുചേർന്നാൽ ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി ഓഫ് ഫീലിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഹ്യൂമൻ ബീങ്സ് ഉണ്ടാവണം, അത് ഡിഫൈൻഡ് ആൻഡ് റെഗുലേറ്റഡ് ആണ്. And so we can say is that it is a term applied to particular arrangement of interrelated institutions or agencies or a social pattern, as well as the status and the role which each person assumes in the group. അപ്പം ഓരോ വ്യക്തികൾക്കും ഒരു സൊസൈറ്റിയിൽ ഒരു അസോസിയേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും അവരുടേതായ ചില റോൾസുകൾ അല്ലെങ്കിൽ അവരുടേതായ ചില സ്റ്റാറ്റസുകൾ അവിടെ നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാം. സോ ഓൺ ദ ബേസിസ് ഓഫ് ദ അബവ് ഡെഫിനിഷൻ we can see that social structure is an abstract phenomena and it refers to the external aspect of society. And so each society has a pattern of organization composed of the structure resulting from association of men with each other. It may be group, an association or an organization, institution, etc. Or we can say it is a function. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, അബൌട്ട് ഡെഫിനേഷൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ആസ്പെക്ട് ഓഫ് സൊസൈറ്റി ഇല്ലേ, അല്ലെങ്കിൽ ഈ സൊസൈറ്റി ഹാസ് എ പാറ്റേൺ ഓഫ് ഓർഗനൈസ്ഡ് കമ്പോസ് ഓഫ് സ്ട്രക്ചർ റിലേറ്റിംഗ് ഫ്രം അസോസിയേഷൻ ഓഫ് മെൻ. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഒത്തുചേരുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മേ ബി എ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ എന്ന് പറയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റി, ഇതെല്ലാം കൂടെ ആവുന്നു. അല്ലെങ്കിൽ ഒരു സൊസൈറ്റി നമുക്ക് അങ്ങനെ വേണമെങ്കിലും തരം തിരിക്കാം. And so whereby an arrangement of different body parts like hand, leg, nose, ears, mouth ഇല്ലേ. അപ്പോൾ നമ്മുടെ 5 സെൻസ് ഓർഗൻസിൽ നമ്മൾ എങ്ങനെ ഒത്തുചേർക്കുന്നോ അതുപോലെയാണ് ഒരു സൊസൈറ്റിയിൽ ഒരു കൂട്ടം ആൾക്കാർ ഒത്തുചേരുന്നത്. ആൻഡ് സോ ദീസ് പാർട്സ് ആർ അറേഞ്ച് ഇൻ എ പർട്ടിക്കുലർ ആൻഡ് സിസ്റ്റമാറ്റിക് വേ സോ ആസ് ടു ക്രിയേറ്റ് എ പാറ്റേൺ ആൻഡ് ബോഡി വർക്ക്സ് ത്രൂ ദി പാർട്സ് which are interdependent and interrelated. അപ്പോൾ നമ്മൾ പറഞ്ഞ 5 സെൻസ് ഓർഗൻസ്, ഇത് നമ്മളെ ബോഡിക്ക് എത്രത്തോളം പ്രാധാന്യമാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതുപോലെയാണ് ഒരു സൊസൈറ്റിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഒത്തുചേർന്നാൽ അവരുടെ സ്ട്രക്ചർ എന്നും അല്ലെങ്കിൽ അവർ ഫോം ചെയ്യുന്നത്. In the same way, parts of all social structure are the same. That is, every social structure has a family, religion, political organization or a land area, etc. അല്ലേ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്ട്രക്ചർ, ഇപ്പോൾ നമ്മൾ ഒരു ബോഡി പാർട്സിൻ്റെ ഒരു ബോഡിയുടെ പല പാർട്സാണ് നമ്മൾ സെൻസ് ഓർഗൻസ് പറഞ്ഞു. അതെങ്ങനെ നമുക്ക് ഫോം ചെയ്യുന്നു, ഒരു ബോഡിയെ നമ്മൾ എങ്ങനെ ഫോം ചെയ്യുന്നോ അതുപോലെയാണ് ഒരു സൊസൈറ്റിയിൽ ഒരു കൂട്ടം ആൾക്കാർ ഒത്തുചേരുന്നത്. അപ്പോൾ അവിടെ എന്തെല്ലാം ഉണ്ടാവണം? ഒരു ഫാമിലി ഉണ്ടാവും, ഒരു റിലീജിയൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ഒരു ലാൻഡ് ഏരിയ, ഇതെല്ലാം തന്നെ എന്താണ്? ഒരു സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്.
And so the social structure is like a form of family and not a symbol of social structure. And so some family have one husband, one wife and their children, and some have several where husbands and their children. അപ്പം ഒരു ഫാമിലിയിൽ ഒരു ഹസ്ബൻഡ് ഒരു വൈഫ് കുട്ടികൾ എന്ന് പറയുന്ന പോലെയാണ് ഒരു സൊസൈറ്റി. ഇപ്പം നമുക്കറിയാം ഒരു റെസിഡൻസ് അസോസിയേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രസിഡൻറ്റ്, ഒരു സെക്രട്ടറി, പിന്നെ കുറേ മെമ്പേഴ്സ് എന്ന് പറയുന്ന പോലെയാണ് ഒരു സോഷ്യൽ സ്ട്രക്ചർ. അവരുടെ ആ സൊസൈറ്റിയുടെ സോഷ്യൽ സ്ട്രക്ചറാണ് പ്രസിഡൻറ്റും സെക്രട്ടറി, അതർ മെമ്പർ, ട്രഷറർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ അപ്പോൾ ഒരു ഫാമിലിയിൽ ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ എന്ന് പറയുന്ന പോലെയാണ് സൊസൈറ്റിയിൽ social structure. So in nutshell we can say that social structure is an abstract and intangible phenomena. As an individuals are the units of association and institution, these associations and institutions are the unit of social structure. അപ്പോൾ ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ ഇൻടാഞ്ചിബിൾ ഫിനോമിന. ഒരു സൊസൈറ്റിയിൽ ഒരു കൂട്ടം ആൾക്കാർ ഒത്തുചേർന്നാൽ അതിൻ്റെ സോഷ്യൽ സ്ട്രക്ചർ നമുക്കറിയാം, ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല. അപ്പം അതൊരിക്കലും ഒരു ടാഞ്ചിബിൾ ഫാക്ടർ അല്ല, അതൊരു ഇൻടാഞ്ചിബിൾ ഫിനോമിന ആണ്. And so these institutions and associations are interrelated in a particular arrangement and thus create the pattern of social structure. അങ്ങനെയാണെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഈ അസോസിയേഷൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെയാണ്? ദേ ആർ ഇൻ്റർ റിലേറ്റഡ്. അപ്പം അവരുടെ ഒരു പാറ്റേൺ ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണോ അതനുസരിച്ചാണ് നമ്മളതിനെ ഇൻ്റർ റിലേറ്റ് ചെയ്യുന്നത്. And so it refers to the external aspect of society which is relatively stable as compared to the functional or internal aspect of the society. And so social structure is a living structure which is created and maintained for a time and changes. അപ്പോൾ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഒരു നട്ട്ഷെല്ലിൽ നമുക്ക് പറയുകയാണെങ്കിൽ ബൈ കൺക്ലൂഷൻ വി ക്യാൻ സേസ് ദാറ്റ് സോഷ്യൽ സ്ട്രക്ചർ ഇസ് എ ലിവിങ് സ്ട്രക്ചർ വിച്ച് ഇസ് ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ഫോർ എ ടൈം ആൻഡ് ചേഞ്ചസ്. അപ്പോൾ സമയങ്ങളും കാലങ്ങളും മാറുന്നതനുസരിച്ച് ഈ സ്ട്രക്ചറിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. കാരണം ഹ്യൂമൻ ബീങ്സ് ആണ്, അവർ പോവുകയും വരിക അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം കൂടുന്നു, ഉള്ളവർ പൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ വ്യത്യാസങ്ങൾ ടൈമിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. And so clear with the social structure. So today we discuss the topic social structure. So social structure means that it is the human beings organize themselves into association for the pursuit of some object, or in simple we can say is that it refers to the network of social relationship which is created among human beings when they interact with each other accordingly to their status in accordance with the pattern of the society. And we discussed different definitions, that is according to Ginsberg and according to Carol Manu, etc. In a nutshell we can say is that the social structure is an abstract and intangible phenomena and it refers to the external aspect of society which is relatively stable as compared to the functional or internal aspect of the society. And so it can be explained, or a social structure can be explained with the help of a organic structure where body is arranged of different body parts, and these parts are arranged in a particular and a systematic way as to create an pattern, and a body works through these parts. So through the parts of organic structure, as the same case the form of organic structure of people in different like long, short, fan, lean, thin, etc. And so every social structure has a family, religion, political organization or a land area. And so we say that the social structure is a living structure which is created and maintained for a time and changes. Clear with the topic? So this is the end of today's section. Prepare well, study well. Thank you.